അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബക്കറ്റ്. അപ്പോൾ ഈ ഒരു മിൽക്കിംഗ് മെഷീൻ വെച്ച് ചേട്ടാ എത്ര പശുവിനെ കറക്കുന്നുണ്ട് ചേട്ടാ? 30 എണ്ണം. നമുക്കൊരു കറവ് മെഷീൻ കാണുമ്പോൾ അറിയാം, അതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് കാണുമ്പോൾ അറിയാം അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മിൽക്കിംഗ് മെഷീൻ്റെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ പറയാവുന്ന ഭാഗമാണ് ഈ കാണുന്ന വാക്വം ടാങ്ക് കേട്ടോ. സിംഗിൾ ബക്കറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിൽക്കിംഗ് മെഷീൻ്റെ വാക്വം ടാങ്കാണ് ഈ കാണുന്നത്, ഇത്രയും വലുത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മിൽക്കിംഗ് മെഷീനാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് SB ഡയറി മിൽക്കിംഗ് മെഷീൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. എൻ്റെ പേര് വിഷ്ണു, നമ്മുടെ കമ്പനിൻ്റെ പേര് SB ഡയറി എക്യുപ്മെന്റ്സ് ആണ്. ഓക്കെ, സ്ഥലം എന്ന് പറയാം. സ്ഥലം പാലക്കാട് കൊഴിഞ്ഞാമ്പറ, ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു 6-30 രൂപ. അപ്പോൾ ഈ കാണുന്ന മിൽക്കിംഗ് മെഷീൻ ഇതാ ഇത്രയും വലിയ വാക്വം ടാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് സിംഗിൾ ബക്കറ്റ് ആണോ അതോ? അതെ, സിംഗിൾ ബക്കറ്റ്. അതായത് സിംഗിൾ ബക്കറ്റ് നമുക്ക് ഇത്രയും വലുത് കൊടുക്കും. ഇതിൽ നമുക്ക് മെയിൻലി നമുക്ക് ഇത്രയും വലിയ വാക്വം ടാങ്ക് കൊടുക്കുന്നതുകൊണ്ട് ഇതിന്റെ ലൈഫ് കൂടുന്നുണ്ട്. നമുക്ക് ഇതിൽ ഓവർ സർക്കുലേറ്റ് ആയി വെള്ളവും പാലും ഉള്ളിൽ കയറാതെ നമുക്ക് തടയാൻ പറ്റും. ഓക്കെ, അങ്ങനല്ലേ. നമുക്ക് ലൈഫ്, മോട്ടറിന്റെ ലൈഫ് എന്തായാലും കൂടും ഇത്രയും വലിയ വാക്വം ടാങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ മെഷീൻ മുതൽ നമുക്കൊരു 20 പശു കറക്കുന്ന വരെയുള്ള മെഷീൻസിന് നമുക്ക് 18 ലിറ്റർ വരുന്ന വാക്വം ടാങ്കാണ് നമുക്ക് കൊടുക്കുന്നത്. ഈ കാണുന്നത് 18 ലിറ്ററിന്റെ വാക്വം ടാങ്ക്. അതെ, നമ്മളിതിപ്പോ ഈ മെഷീൻ വന്നിട്ട് ഇപ്പോൾ 150 LPത്തിനാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് ഈ മെഷീന്റെ കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ നമുക്കൊരു 5 പശു വരെ കറക്കാൻ പറ്റും. 5 പശുവിനെ കണ്ടിന്യൂസ് കറക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിലേക്ക് വരുന്നത് പറഞ്ഞാൽ 18 ലിറ്ററിന്റെ വാക്വം ടാങ്ക് 150 LPത്തിന്റെ മോട്ടറോ വരുന്നത്. ഓക്കെ, അങ്ങനല്ലേ. അതെ, ഇതിൽ നമുക്ക് പ്രഷർ റെഗുലേറ്റർ ഇതിൽ ഇൻക്ലൂഡ് ആണ്. പ്രഷർ റെഗുലേറ്റർ ഇൻക്ലൂഡ് ആണ്. ഇതിലേക്ക് നമുക്ക് ഡ്രെയിൻ വാൽവ് കൊടുക്കുന്നത് വന്നിട്ട് ബ്രാസിന്റെ ഡ്രെയിൻ വാൽവാണ് കൊടുത്തിരിക്കുന്നത്. ബ്രാസിന്റെ ഡ്രെയിൻ വാൽവാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി പ്രഷർ ഗേജ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഇടയിലെ കംപ്ലൈന്റ് അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇതിന് വല്ല ഗ്യാരണ്ടി? 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. നമുക്ക് 100% കോപ്പർ ആണ് നമുക്ക് മോട്ടർ വരുന്നത്. അപ്പോൾ ഈ കാണുന്നത് കോപ്പർ വൈൻഡിങ് മോട്ടറാണ്. പിന്നെ അതിൽ 1 ഇയർ ഗ്യാരണ്ടി. 25 ലിറ്ററിന്റെ മിൽക്കിംഗ് ബക്കറ്റ് ആണ് വരുന്നത്. 304ന്റെ ബക്കറ്റ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അതെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അതെ, ഇതിൽ ക്ലാ വരുന്നത് 240 cc ക്ലാ ആണ്. നല്ല വെയിറ്റ് ഉണ്ട്, ഹെവി വെയിറ്റ് ഉണ്ട്. പാലാകട്ടിൽ തങ്ങി നിൽക്കില്ല, ഫുള്ള് കറന്ന് വന്നോളൂ. പിന്നെയാണെങ്കിൽ ട്രാൻസ്പെറന്റ് ആണ്. അതെ, ഇത് നമുക്ക് ഈ ക്ലസ്റ്ററിന്റെ പ്രത്യേകത പറഞ്ഞാൽ വെയിറ്റ് കൂടുതലുകൊണ്ട് പാല് ഫുള്ള് കറന്ന് വരും. ഇത് ഈസി വാഷബിൾ ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഈ ത്രെഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഈ ആദ്യത്തെ പോലത്തെ ഉള്ള ക്ലാ അല്ല അത്. ഓക്കെ, ഇപ്പൊ കാണാട്ടോ. അതെ, ഈസി ആയിട്ട്. അതെ, ഇത്രേ ഉള്ളൂ. അതെ, സിമ്പിൾ ആയിട്ട് എടുക്കാം. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പ്രത്യേക ആളെ വിളിക്കൊന്നും വേണ്ട. അല്ല, ആളെ വിളിക്കേണ്ട ആവശ്യമില്ല. അത് അഴിക്കാനും എല്ലാം ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. പിന്നെ ഈ മിൽക്കിംഗ് മെഷീൻ ഈ പൾസേറ്റർ ഉള്ളതുകൊണ്ട് നമ്മുടെ പശുക്കുട്ടി ഒരു കുടിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. അതെ, പശുക്കുട്ടി കുടിക്കുന്ന അതേ ഫീൽ ആയിരിക്കും പൾസേറ്റർ വരുന്നത് കൊണ്ട്. ഓക്കെ, നമുക്ക് ഒരേ കണ്ടിന്യൂ വലിയല്ല വരുന്നത്. ഇത് പൾസേറ്റർ പശുക്കുട്ടി കുടിക്കുന്ന അതേ ഫീൽ ആയിരിക്കും ഇതിൽ നമുക്ക് വരുന്നത്. അപ്പൊ മറ്റു മിൽക്കിംഗ് മെഷീനിൽ നിന്നും എന്ത് പ്രത്യേകത നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത് നമ്മുടെ അത്ര ഹെവി ബിൽഡ് സാധനമാണ്. അതെ, നമ്മുടെ ഏകദേശം ലോ ഉള്ള 150 മോഡൽ തന്നെ ഏകദേശം 32 കിലോ വരും ടോട്ടൽ വെയിറ്റ്. ഇത് 3mm ഷീറ്റ് റോൾ ചെയ്ത് നമ്മൾ ഡിഷ് വെച്ച് വെൽഡ് ചെയ്ത് എടുക്കുകയാണ്. നമ്മുടെ ഷോപ്പിൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അതെ, ഇപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ടു പ്ലഗ് ആണ്. എല്ലാം ഈസി ടു കണക്ട് ചെയ്യാൻ പറ്റും. ഇത് വെളിയിൽ നിന്ന് ഇൻസ്റ്റാളേഷൻ വേറെ ആൾക്കാരെ ഒന്നും ആവശ്യമില്ല. എല്ലാം യോസ് കണക്ട് ചെയ്യണം മാത്രമേ പണിയുള്ളൂ. ക്ഷീരകർഷകനാണ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള ഈ ഒരു മിൽക്കിംഗ് മെഷീന്റെ പ്രൈസ് റേറ്റ് എങ്ങനെ വേണ്ട ബ്രോ? പ്രൈസ് റേറ്റ് നമുക്ക് വരുന്നത് ഈ ഫുൾ കിറ്റിന് നമ്മൾ 21,500 നമ്മൾ പറയുന്ന പ്രൈസ്. അപ്പോൾ 21,500 ഇതാ ഈ കാണുന്ന വലിയ വാക്വം ടാങ്കും അതുമാത്രമല്ല മോട്ടറും പിന്നെ ഇത്രയും വലിയ എന്താ പറയുക സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു മിൽക്കിംഗ് ബക്കറ്റും വന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി നമ്മൾ എവിടെ വരണ്ടേ? വാങ്ങാൻ വേണ്ടി വരുന്നവർക്ക് നമുക്ക് പാലക്കാട് കൊഴിഞ്ഞാമ്പറ വന്ന അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ നമ്മുടെ ഷോപ്പ് എത്തും. ഇത് നമ്മൾ കേരളത്തിലുള്ള എല്ലാ കർഷകർക്കും വാങ്ങിക്കാൻ പറ്റും. നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അതെ, നമുക്ക് DTDC കൊറിയർ നമുക്ക് സേഫ് ആൻഡ് സെക്യൂർഡ് ആണ് അവരുടെ. അപ്പോൾ അവിടെ സേഫായി എത്തിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ഇപ്പോൾ വയനാട്, മലപ്പുറം അവിടെയൊക്കെ ഫുൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത മോഡൽ ഏതാ ബ്രോ? അടുത്ത മോഡൽ വന്നിട്ട് നമുക്ക് 10 പശു കറക്കാനുള്ള കപ്പാസിറ്റിയുള്ള മോട്ടറാണ്. 200 LP ആണ് വരുന്നത്. നമുക്കിത് 0.9 HP വരുന്നത് ഇതിലേക്ക് മോട്ടർ വന്നിട്ട്. ഇതിൽ നമുക്ക് 10 പശു വരെ കറക്കാം. സെയിം ഇതിൽ നമുക്ക് 18 ലിറ്ററിന്റെ വാക്വം ടാങ്ക് ആണ് വരുന്നത്. ഇതിൽ പ്രഷർ റെഗുലേറ്റർ ഇൻക്ലൂഡ് ആണ്. ഇതിലും ബ്രാസിന്റെ ഡ്രെയിൻ വാൽവ് ഇൻക്ലൂഡ് ആണ്. ഇതിന്റെ കൂടെ 25 ലിറ്റർ മിൽക്കിംഗ് ബക്കറ്റ് പൾസെറ്റർ ടൈപ്പ് ആണ്. ഇതെല്ലാം ഫുൾ കിറ്റ് നമുക്ക് ഏകദേശം ഒരു 35 കിലോ വെയിറ്റ് വരും. 35 കിലോ വെയിറ്റ് ടോട്ടൽ വെയിറ്റ് വരും. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് ചോദിച്ചാൽ ഇതിൽ നമുക്ക് 25,500 ആണ് നമ്മൾ കൊടുക്കുന്നത്. 25,500 10 പശുവിനെ കറക്കാം. അതെ, 10 പശുവിനെ കറക്കുന്ന മെഷീനാണ്. അപ്പോൾ ഈ കാണുന്ന മോട്ടറിനൊക്കെ എങ്ങനെയാ? മോട്ടറിന് നമുക്ക് അതേ 100% കോപ്പർ മോട്ടറാണ്. അത് നമുക്ക് 1 ഇയർ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. ഈ 18 ലിറ്റർ വാക്വം ടാങ്ക് ആയതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് മെയിൻലി കംപ്ലൈന്റ് വരാൻ ചാൻസേ ഇല്ല. അതെ, വാക്വം ടാങ്ക് ആണല്ലോ. അതെ, ഇതിൽ നമുക്ക് 25 ലിറ്ററിന്റെ മിൽക്കിംഗ് ബക്കറ്റ് നമുക്ക് ഇൻക്ലൂഡ് ആണ് ഇതിൽ.
ഇതിലെല്ലാം ഫുൾ കിറ്റ്. ഇതിൽ മിൽക്കി മെഷീൻ പറഞ്ഞാൽ ഈ ഫുൾ കിറ്റ് എല്ലാ മെഷീൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. അപ്പൊ ഈ ഒരു മെഷീനും നമുക്ക് കൊറിയർ സർവീസ്? അതെ, ഇതിന് ഈ മെഷീന് നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട്. ഇത് നമുക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാനാണ്. അപ്പൊ ഈ മൂന്നാമത് കാണുന്ന കുറച്ച് വലിയ മെഷീനാണ്, ഇത് എന്താ സംഭവം? ഇത് നമുക്ക് 10 പശ കറക്കാനുള്ള സെയിം മെഷീൻ തന്നെ. ഇതിൽ നമുക്ക് പെട്രോൾ എഞ്ചിൻ ഇൻക്ലൂഡ് ആവുന്നതുകൊണ്ട് നമുക്ക് ഫ്രെയിം എല്ലാം കുറച്ച് ഹെവി ആക്കിയിട്ടുണ്ട്. ഓ അങ്ങനെ അല്ലേ? അതെ, ഇതിൽ നമുക്ക് അതേപോലെ തന്നെ 18 ലിറ്ററിന്റെ വേക്കൻ ടാങ്ക്, അതേ മോട്ടർ 3.5 HP മോട്ടർ വരുന്നത് 200 LPM. അപ്പൊ ഇത്രയും വലിയൊരു പെട്രോൾ എഞ്ചിൻ ഇത് വരുമ്പോൾ ചെറിയ ഷെയ്ക്ക് ഒക്കെ വരില്ലേ? ഷെയ്ക്ക് വരാൻ ചാൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആന്റി വൈബ്രേഷൻ ബുഷ് കൊടുത്തിട്ടുണ്ട് അടിയിൽ. വൈബ്രേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആന്റി വൈബ്രേഷൻ ബുഷ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കറണ്ട് പോയാൽ അത്യാവശ്യം കർഷകർക്ക് ബെൽറ്റ് എടുത്തിട്ട് ഒരു വലിക്ക് സ്റ്റാർട്ട് ആവുന്ന എഞ്ചിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓ അങ്ങനെ? അതെ, ഇത് നമുക്ക് 6 HP എഞ്ചിനാണ് വരുന്നത്. അതെ, ഏകദേശം 1 ലിറ്ററിന് ഒരു 1.5 മണിക്കൂറൊക്കെ ഓടും. അതെ, നമുക്ക് കറണ്ട് കുറച്ച് പവർ കട്ട് ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് ഫുൾ ഇതാണ് മൂവിങ് ആകുന്നത്. 10 പശുവൊക്കെ പറയുമ്പോൾ ഇടയിൽ കറണ്ട് പോയാൽ കറക്കാനും കർഷകർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് വരുന്നത് 6 HP പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് നമുക്ക് ഹെവി ബിൽഡ് നമുക്ക് ഫ്രെയിം ആയതുകൊണ്ട് നമുക്ക് എഞ്ചിൻ ഓടുമ്പോൾ വൈബ്രേഷൻ ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള മെഷീൻ എനിക്ക് തോന്നുന്നത് കുറച്ച് ഈ മല ഏരിയകളിലൊക്കെ. അതെ അതെ അതെ, പവർ കട്ട് ഉള്ള ഏരിയകളിൽ, പവർ കട്ട് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഏരിയകളിലേക്ക് നമുക്ക് ഈ പെട്രോൾ എഞ്ചിൻ മസ്റ്റ് ആണ്. ഇത് നമുക്ക് 25 ലിറ്റർ മിൽക്കിംഗ് ബക്കറ്റ് ഈ സെറ്റ് ഫുള്ളും എല്ലാം കൂടി നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് 37,500 നമുക്ക് വരുന്നത്. അപ്പൊ ഇതിനു മുമ്പ് കണ്ട ആ ഒരു 10 പശുവിനെ കറക്കുന്ന മെഷീനേക്കാളും മറ്റെന്ത് പ്രത്യേകതയുള്ള? ഇത് നമുക്ക് പൈപ്പ് ലൈൻ ഇട്ട് യൂസ് ചെയ്യാം. മാക്സിമം ഒരു 40 ഫീറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ 10 പശു കറക്കണത് അതേ ഈ കാണുന്ന എഞ്ചിൻ ഇല്ലാത്ത മോഡലിൽ നമുക്ക് പൈപ്പ് ലൈൻ ഇടാം. എല്ലാ മോഡൽ നമ്മുടെ കയ്യിലുള്ളത് എല്ലാ മെഷീനും നമുക്ക് പൈപ്പ് ലൈൻ ഇടാൻ പറ്റുന്നതാണ്. ഒരു 40 ഫീറ്റ് വരെയൊക്കെ നമുക്ക് ഈ 10 പശു കറക്കണത് 40 ഫീറ്റ് വരെ നമുക്കുള്ള ഷെഡുകളിലേക്ക് നമുക്ക് പൈപ്പ് ലൈൻ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ഒരു എഞ്ചിൻ എന്ത് 6 HP കാണിക്കുന്നത്? 6 HP പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന എഞ്ചിന് ഫുള്ള് നമുക്ക് 6 HP ആണ്. നമുക്ക് 1 HP മോട്ടർ അടക്കം നമുക്ക് കറങ്ങാൻ വേണ്ടി നമുക്ക് കൊടുക്കുന്നത് 6 HP ആണ്. അപ്പൊ പുറത്തുള്ള മെഷീൻസ് ഒക്കെ നമുക്ക് ഈ 1 HP ഉള്ളത് 1.5 HP എഞ്ചിനൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ വേണ്ട, നമുക്ക് കുറച്ച് ഹെവിയെ കൊടുക്കണം, മറ്റേ ക്വാളിറ്റി കൂടിയത് നമുക്ക് 6 HP കൊടുക്കുന്നത്. അതെ, ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത മോഡലല്ലേ? ഇതിന്റെ പ്രത്യേകത നമുക്ക് ഒരു 15 പശു വരെ കറക്കാൻ പറ്റും. 15 പശുക്കളെ വരെ കറക്കാവുന്ന മോട്ടറൊക്കെ ഓടിക്കും. അതെ, നമുക്ക് ഇത് 1 HP ഹെവി മോട്ടർ വരുന്നത്. 100% കോപ്പർ ആണ്. ഇതിന് 1 ഇയർ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇതിന് വരുന്നത് നമുക്ക് സെയിം 18 ലിറ്ററിന്റെ വേക്കൻ ടാങ്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ പ്രഷർ റെഗുലേറ്റർ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ആണ്. ഗ്ലാസിന്റെ ഡ്രെയിൻ വാൽവ് ഉണ്ട്, വൈബ്രേഷൻ ബുഷ്, ഇത് കാര്യങ്ങളെല്ലാം നമ്മൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ 25 ലിറ്റർ മിൽക്കിംഗ് ബക്കറ്റ് എല്ലാം ഇതിന്റെ കൂടെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കറണ്ട് പോയാൽ മസ്റ്റ് ആയിട്ട് ഇത് പെട്രോൾ എഞ്ചിൻ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതെ, ഈ മോഡൽ നമുക്ക് എന്തായാലും കറണ്ട് പോയ കർഷകർക്ക് കറക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് 6 HP പെട്രോൾ എഞ്ചിൻ നമുക്ക് കൊടുക്കുന്നുണ്ട്. ബെൽറ്റ് ഡ്രൈവ് ആണ്. ബെൽറ്റ് നമുക്ക് ഈസി ടു ഇങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ, എടുത്ത് ഇടാനുള്ളതേ ഉള്ളൂ. അതെ, എടുത്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഓടിക്കോളും. ഈ കാണുന്ന മോട്ടർ കുറച്ചുകൂടി വലുതാണല്ലോ? അതെ, ഇത് നമുക്ക് 350 LP ആണ് നമുക്ക് ഇതിൽ കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെവിയാണ്. നമുക്ക് ഒരു 15 പശു വരെയൊക്കെ സിമ്പിൾ ആയിട്ട് കറക്കാൻ പറ്റും. ടോട്ടൽ മെഷീന്റെ വെയിറ്റ് ഒന്ന് ഒരു 65 കിലോ വരും ടോട്ടൽ. അപ്പൊ ഈ ഒരു മിൽക്ക് മെഷീന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാ വരുന്നത്? ഇത് നമുക്ക് 48,500 വരുന്നത്. 48,500 ഈ കാണുന്ന ഹെവി മോട്ടറും മാത്രമല്ല പിന്നെ ഈ കാണുന്ന എഞ്ചിൻ, അതായത് 6 HP എഞ്ചിൻ വന്നുണ്ട്. പിന്നെ 25 ലിറ്ററിന്റെ ഈ കാരണം മിൽക്കിംഗ് ക്യാൻ വന്നുണ്ട്. അപ്പൊ കറണ്ട് ഇല്ലാത്തടത്ത് പോലും ഉപയോഗിക്കാവുന്ന അടിപൊളി മിൽക്കിംഗ് മെഷീൻ അല്ലേ? അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് 20 തൊട്ട് 40 പശുക്കൾ വരെയുള്ള ഫാമുകാർക്ക് പറ്റിയ ഒരു അടിപൊളി മെഷീനാണ്. ഇതെന്താ ബ്രോ ഇത്രയും വലുതൊക്കെയാണല്ലോ? അതെ, ഇതിൽ നമുക്ക് ഇത്രയും നമ്മളെ വേറെ മോഡലുകളൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ മോണോ ബ്ലോക്കുകളാണ്. ഇത് സെപ്പറേറ്റ് പമ്പും സെപ്പറേറ്റ് മോട്ടറും വരുന്ന ടൈപ്പാണ് ഇതിൽ വരുന്നത്. ഒരേ സമയം കൊണ്ട് നമുക്ക് 2 ബക്കറ്റ് കറന്നെടുക്കാം. ഇത് നമുക്ക് 20 മുതൽ 40 പശു വരെയാണ് നമുക്ക് ഈ മെഷീന്റെ കപ്പാസിറ്റി. അതായത് നമുക്ക് ഇത് വരുന്നത് 550 LPത്തിന്റെ പമ്പാണ് നമുക്ക് വരുന്നത്. ഇത് 1 HP മോട്ടർ വരുന്നുണ്ട്. ഇത് നമുക്ക് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ച് ഇതിൽ പെട്രോൾ എഞ്ചിൻ മസ്റ്റ് ആണ്. അതെ, ഇത് നമുക്ക് കറണ്ട് പോയാൽ നമുക്ക് കയ്യിൽ കറക്കാൻ പറ്റില്ല. അത്രയും പശുക്കളുടെ ഉള്ളവരെ ഇത് എടുക്കുള്ളൂ ഫാമുകാർക്ക്. അപ്പോൾ ഇത് നമുക്ക് ബെൽറ്റ് ഡ്രൈവ് ഇട്ട് യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് 40 പശുക്കളെ മാക്സിമം ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂറിനുള്ളിൽ കറന്നെടുക്കാൻ പറ്റും. ഒറ്റ മണിക്കൂറുകൊണ്ട് 40 പശു. അതെ. പിന്നെ ഈ കാണുന്ന വാക്യൂം ടാങ്ക് നമുക്ക് ഇത്രയും വലിയ ഹെവി മെഷീൻ ആയതുകൊണ്ട് നമുക്ക് 40 ലിറ്ററിന്റെ വാക്യൂം ടാങ്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വാക്യൂം ടാങ്ക് 40 ലിറ്റർ ആണ്. നമുക്ക് ഈ മെഷീൻ നല്ല ഹെവിയാണ്. ഇതൊരു 3 പേരൊക്കെ തൂക്കണം, ഹെവിയാണ്. അപ്പൊ ഈ ഒരു മെഷീൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഫാമുകാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമുക്ക് 1 ഇയർ 100% കോപ്പർ ആണ് മോട്ടർ വരുന്നത്. ഇത് 1 ഇയർ ഗ്യാരണ്ടിയാണ്. 1 ഇയർ ഗ്യാരണ്ടി ഉള്ള മോട്ടറാണ്, കോപ്പർ വൈൻഡിംഗ് ആണ്. പിന്നെ ഈ ഒരു മോട്ടർ വരുന്നത് 6 HP ആണ്. 6 HP. പിന്നെ ഈ ഒരു മിൽക്കിംഗ് ക്യാൻ വരുന്നതാണെങ്കിൽ 25 ലിറ്ററിന്റെ 2 ക്യാനാണ് നമുക്ക് കൊടുക്കുന്നത്. 25 ലിറ്ററിന്റെ 2 ക്യാൻ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇത് നമുക്ക് ടോട്ടൽ ഫുൾ സെറ്റ് 2 ബക്കറ്റോട് കൂടി ഇത്ര ഹെവി സ്റ്റാൻഡ് ഇത്ര വലിയ വേക്കൻ ടാങ്കോട് കൂടി നമുക്ക് 70,000 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 70,000 രൂപയ്ക്കാണ് ഈ ഒരു അടിപൊളി മിൽക്കിംഗ് മെഷീൻ നമുക്ക് ലഭിക്കാൻ പോകുന്നത്.
ഈ ഒരു മെഷീൻ നമുക്ക് കേരളത്തിൽ എവിടെയും നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു മിൽക്കിംഗ് മെഷീനുകൾക്ക് എന്താ ശരിക്കും പ്രത്യേകത? ഇൻബിൽഡ് നമ്മൾ ഓയിൽ പമ്പാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇൻബിൽഡ് ഓയിൽ പമ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉപയോഗം എന്താ ശരിക്കും? ഉപയോഗം നമുക്ക് വേറെ പഴയുള്ള മെഷീൻസൊക്കെ സെപ്പറേറ്റ് ഓയിൽ പമ്പായിരിക്കും. അത് പെട്ടെന്ന് ഓയിൽ ചോർന്നു പോവുകയും പെട്ടെന്ന് നമുക്ക് ഡ്രെയിൻ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇൻബിൽഡ് ഓയിൽ പമ്പാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേക്കൻ ടാങ്ക് എല്ലാ മെഷീനും നമുക്ക് വലുതാ കൊടുക്കുന്നത്. അതെ അതെ അതെ, ഹെവിയാണ്. അതെ, ഹെവിയാണ്. ഹെവിയാണ്. ആ മാത്രം ഇതുണ്ടോ? അതെ അതെ, നല്ല അടിപൊളി സാധനമാണ്. ഈ ഫാമുകാർക്കൊക്കെ ചിലപ്പോൾ ഇത് പറ്റില്ല, കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ തന്നെയാണ് അത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ഇതിൽ ആൾട്ടർ എന്ത് വേണമെങ്കിലും നമുക്ക് മോഡിഫിക്കേഷൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് 100% കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മിൽക്കിംഗ് മെഷീൻ ചെയ്ത് കൊടുക്കും. അതെ അതെ അതെ, നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് വാഷിംഗ് പമ്പ് വേണോ, പമ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് ഇതിനേക്കാൾ വലുത് ഇനി അടുത്ത പമ്പുകളൊക്കെ ഉണ്ട്. അതിന് അടുത്ത പശു നമുക്ക് 100 പശു വരെ കറക്കാനുള്ള മെഷീൻസ് ഒക്കെ നമ്മുടെ അവൈലബിൾ ആണ്. അതെ, മിൽക്കിംഗ് പാർലർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പശുവിന് ആവശ്യമായ ഷെഡ് അടക്കം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെ, നമ്മളെ ഫാബ്രിക്കേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ ഈ മിൽക്കിംഗ് മെഷീനോട് കൂടെ നമുക്ക് നല്ല ഒരുപാട് സ്പെയർ ഇവിടെ കിട്ടാനുണ്ട് അല്ലേ ബ്രോ? അതെ, നമുക്ക് നമ്മുടെ മിൽക്കിംഗ് മെഷീൻ കൊടുക്കുന്നതനുസരിച്ച് തന്നെ നമുക്ക് എല്ലാ സ്പെയറും നമുക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മെഷീന് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കമ്പനി മെഷീനും മാച്ച് ആവുന്ന പോലത്തെ യൂണിവേഴ്സൽ ടൈപ്പാണ് നമുക്ക് സ്പെയർ ഉള്ളത്. എല്ലാ മെഷീനും നമ്മൾ സർവീസ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണോ? അതെ, നമുക്ക് ഈ ലൈനേഴ്സ് ഒക്കെയാണ് മാക്സിമം ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകുന്നത്. മെലാസ്റ്റിയുടെ ഇമ്പോർട്ട് ബ്രാൻഡാണ് നമ്മൾ കൊടുക്കുന്നത്. മെലാസ്റ്റിയുടെ ബ്രാൻഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ പൾസെറ്ററും ഇടയ്ക്ക് കംപ്ലൈന്റ് ആയി പോകാറുണ്ട്. അപ്പൊ അത് നമുക്ക് മെലാസ്റ്റിയുടെ ബ്രാൻഡാണ് നമ്മൾ കൊടുക്കുന്നത്, പൾസെറ്റർ. അതെ, അതേപോലെ തന്നെ ഷോർട്ട് ട്യൂബുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഷോർട്ട് ട്യൂബുകളാണ്. അതെ, ഇതിന്റെ ഇത് ക്ലാ അടക്കം മെലാസ്റ്റിയാ. എല്ലാ മെലാസ്റ്റി ബ്രാൻഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, എല്ലാ ഹൈ ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് ഈ മിൽക്കിംഗ് ഹോസ്, ഈ വാക്യൂം ട്യൂബ്, ഷോർട്ട് ട്യൂബ്, ഇതെല്ലാം നമുക്ക് വേണ്ട സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്, നമുക്ക് ഫീഡിംഗ് ബോട്ടിൽ, അതെ, പൾസ് ട്യൂബ്, വാക്യൂം ട്യൂബ്, മിൽക്ക് ട്യൂബ്, ഇത് നമുക്ക് ലൈനേഴ്സ്, ഔട്ടർ ഷെല്ല്, ഇതെല്ലാം നമുക്ക് ക്ലീനിങ് ബ്രഷ് ഒക്കെ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റി സാധനങ്ങളാണ്. അതെ, എല്ലാ ഹൈ ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. അപ്പൊ ഈ ഒരു സ്പെയർ വാങ്ങാൻ വേണ്ടി ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഇല്ല, ഇവിടെ വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെയിലി ഇവിടെ നിന്ന് നമുക്ക് കൊറിയർ കയറ്റി വിടുന്നത്. സ്പെയറുകൾ ഇഷ്ടം പോലെ ഡെയിലിയും കയറുന്നുണ്ട്. അതെ, കൊറിയർ സൗകര്യം അവൈലബിൾ ആണ്. അപ്പൊ ഈ കാണുന്ന മിൽക്കിംഗ് ബക്കറ്റ് സെപ്പറേറ്റ്? അതെ, മിൽക്കിംഗ് ബക്കറ്റ് നമുക്ക് സെപ്പറേറ്റ് വേണ്ടവർക്ക് മിൽക്കിംഗ് ബക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് എന്താ സംഭവം ചോദിച്ചാൽ, ആദ്യമുള്ള ആൾക്കാർ മെഷീൻ വാങ്ങിക്കുമ്പോൾ ഡബിൾ ബക്കറ്റ് യൂസ് ചെയ്യുന്ന മെഷീനിൽ ഒരു ബക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ഇനിയൊരു ബക്കറ്റും കൂടെ വേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബക്കറ്റ് മാത്രം തനിച്ച് കൊടുക്കാം. അവരുടെ ബക്കറ്റ് വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് ഈ ബക്കറ്റ് തനിച്ച് നമുക്ക് കൊടുക്കുന്നുണ്ട്. ബക്കറ്റ് കൊടുക്കുമ്പോൾ ഫുൾ കിറ്റോടെയാണ് കൊടുക്കുന്നത്. എല്ലാം ഹോസ്, പൾസെറ്റർ എല്ലാം ഫുൾ സെറ്റോടെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്? നമുക്കൊന്ന് കാണാൻ പറ്റുമോ? അതെന്താ കാണാൻ പറ്റുക? നമ്മൾ ചെയ്യുന്ന സാധനം നമ്മൾ കാണിച്ചു കൊടുക്കുമല്ലോ. പേര് കാണാം, ശ്രീ ഭഗവതി എഞ്ചിനീയറിംഗ് അല്ലേ? ഓക്കെ, മിൽക്കിംഗ് മെഷീൻ. ദേ കാണുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇവിടെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെയാണല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഹെവി ആയിട്ട് ഇത്രയും ഹെവി ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ മെയിൻ ഫാബ്രിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഹെവി ആക്കാൻ പറ്റും. എല്ലാം ഹെവിയാ. അതെ, അതുകൊണ്ടാണ് നമ്മൾ 3M ഷീറ്റ് റോൾ ചെയ്തിട്ട് ഡിഷ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ടാങ്ക് ഉണ്ടാക്കുന്നത്. ഇതാണ് നമുക്ക് ഇതിന്റെ സൈഡ് വരുന്ന ഡിഷ്. ഇവിടെ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഹെവി ആക്കുന്നത്. ക്വാളിറ്റിയാണ് മെയിൻ. നമ്മൾ വെറുതെ വില കുറവായിട്ട് ലോ ക്വാളിറ്റി മെറ്റീരിയൽ കൊടുക്കുന്നതിൽ കാര്യമില്ലല്ലോ. നമുക്ക് മാക്സിമം ഹെവി ആക്കി കൊടുക്കണം, വില കുറവായിട്ടും കൊടുക്കണം. അപ്പൊ വാങ്ങാൻ വരുന്നവർക്ക് ഇവിടെ ഡയറക്റ്റ് വന്ന് കണ്ട് മനസ്സിലാക്കി. അതെ, ഡയറക്റ്റ് വരുന്നവർക്ക് കാണാം. നമ്മൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും. നമ്മളെ മെഷീൻസ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് കണ്ട് തൃപ്തിയായിട്ട് എടുത്തിട്ട് പോയാൽ മതി. നമ്മള് മിൽക്കി മെഷീൻ മാത്രമല്ല, നമ്മള് ഹെവി ഫാബ്രിക്കേഷൻ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. റൂഫിങ്, ഗേറ്റ്, ഗ്രില്ല്, എല്ലാ വർക്കും നമ്മൾ ഫാബ്രിക്കേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. എല്ലാം സംഭവം ചെയ്യുന്നത്. എല്ലാ കസ്റ്റമൈസേഴ്സ് അവർക്ക് വേണ്ട രീതിയിൽ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. ഫാമുകളാണെങ്കിൽ ഫാമുകൾക്ക് ഷെഡ് ഇട്ട് കൊടുക്കും. അതെ. അപ്പൊ നിങ്ങളുടെ മെഷീൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഹാപ്പി കസ്റ്റമർ ഒന്ന് കാണാൻ പറ്റും? ഓക്കെ, നമ്മുടെ ഇവിടെ ഉള്ളവർ ഫുള്ള് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. നമുക്ക് പോയി നോക്കാം, ഒന്നും കുഴപ്പമില്ല. ചേട്ടന്റെ പേരെന്താ? ചന്ദ്രൻ എന്നാണ്. സ്ഥലം ഏതാ? പാലക്കാട് ജില്ല, കൊഴിഞ്ഞാമ്പാറ, എട്ടമ്പതി പഞ്ചായത്ത്. ഈ കാണുന്ന മിൽക്കി മെഷീൻ ഉപയോഗിക്കാൻ എത്ര നാളായി? ഒരു 6 മാസമായി. ഈ 6 മാസമായിട്ട് എങ്ങനെയുണ്ട് മെഷീൻ? കുഴപ്പമില്ല. പറഞ്ഞാൽ നല്ലപോലെ റണ്ണിങ് ആയി, നല്ല പാല് ഉൽപാദനം എടുക്കുന്നുണ്ട്. ഈ കാണുന്ന മിൽക്കി മെഷീൻ വെച്ച് എത്ര പശുക്കൾ കറക്കുന്നുണ്ട് ഇപ്പൊ വന്ന് 30 എണ്ണം കറക്കാം. പിന്നെ ഈ ഒരു മിൽക്കി മെഷീന്റെ ആളുകളുടെ സർവീസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നല്ല രീതിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ പെട്ടെന്ന് എത്തും. അപ്പൊ കറവൊന്ന് കാണിക്കാവോ? കാണിക്കാം.
ഓക്കെ, അപ്പോൾ കറവ സ്റ്റാർട്ട് ചെയ്യാമല്ലേ? കറവ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാട്ടോ. അതും ഇവിടുത്തെ ഒരു മെഷീൻ്റെ പ്രത്യേകത, ഒരേ സമയം 2 ബക്കറ്റ് സെയിം സമയം ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇവർ ഈ കഴിഞ്ഞ 6 മാസമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല കേട്ടോ.